2024 PSC നടത്തിയ LGS ലെവൽ എക്സാമിലെ സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, താഴെ പറയുന്നതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കോമ്പല്ല് കടിച്ചു കീറാൻ. ഓക്കെ, ഉളിപ്പല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉളിപ്പല്ല് കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല്. ചർവണകം, അഗ്രചർവണകം ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. കൊമ്പുള്ളവർ കടിച്ചു കീറും. കൊമ്പുള്ള ജീവികൾ കടിച്ചു കീറുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കോമ്പല്ല് കിട്ടുമല്ലോ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഉളിപ്പല്ലാണെങ്കിൽ ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ്. ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ. ചർവണകം, അഗ്രചർവണകം ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയറിൻ്റെ സങ്കര ഇനമാണ് ലോല. ഇത് SCERT 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. നെല്ല്, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പയറിൻ്റേത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ പച്ചമുളകിൻ്റെയാണ്. ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ടയുടേത് ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയുടെ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെ ഏതൊക്കെയാണ്? വഴുതന, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി, മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി, കണ അഥവാ റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. സ്കർവി എന്താണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഗോയിറ്റർ, അന്തസ്രാവി ഗ്രന്ഥിയായ തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ, അല്ലേ? തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ. എന്താണ്? അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് കാരണം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അനീമിയ എന്താണ്? ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ്, അല്ലേ? റെഡ് ബ്ലഡ് സെൽസ്, അരുണരക്താണുക്കൾ കുറയുന്നൊരവസ്ഥയാണ്. പല കാരണങ്ങൾ കൊണ്ടും RBC കുറയുന്നൊരവസ്ഥയാണെന്ത്? അനീമിയ എന്ന് പറയുന്നത്. മിക്സി പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. എന്താണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഡൈനാമോയിലെ ഊർജ്ജമാറ്റം എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഫാനിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. വൈദ്യുത ബൾബ് എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാകുന്നു. അത് രണ്ടും മാറിപ്പോകരുത്. മൈക്രോഫോൺ എന്താണ്? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാകുന്നു. ലൗഡ് സ്പീക്കർ നമ്മൾ ലൗഡായിട്ട് സൗണ്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഓക്കെ, സോളാർ സെൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ സെൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുത മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. കത്തുന്ന മെഴുകുതിരി രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. ആവിയന്ത്രം താപോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഹീറ്റർ വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു. ഇലക്ട്രിക് ബെൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണം പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ക്യാമറയിലും കോൺവെക്സ് ലെൻസ്. മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഏതാ ഉപയോഗിക്കുന്നത്? സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് മിററാണ്.
റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ. ENT ഡോക്ടർമാർ ഹെഡ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ENT ഡോക്ടർമാർ ഹെഡ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. കാറിൻ്റെ ഹെഡ്ലൈറ്റായി ഉപയോഗിക്കുന്നതോ കോൺകേവ് ആണ്. കോൺകേവ് ദർപ്പണമാണ് കാറിൻ്റെ ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് എന്താണ്? ദോലനം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം. അല്ലേ? ക്ലോക്കിലെ പെൻഡുലം ആലോചിച്ചാൽ മതി. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം, അതാണ് എന്ത്? ദോലന ചലനം. അതുപോലെ ഊഞ്ഞാലില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് എന്ത്? ദോലന ചലനം. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനവും ദോലന ചലനമാണ്. ജയന്റ് വീലിൻ്റെ ചലനം ദോലന ചലനമല്ല. അത് ഏതിന് ഉദാഹരണമാണ്? സമവർത്തുള ചലനമാണ്. എന്താണ് സമവർത്തുള ചലനം? ആ പേര് തന്നെ ഉണ്ടല്ലേ, സമമായ വർത്തുള ചലനം. അതായത് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുക വൃത്തപാതയിൽ. ഓക്കെ, അതാണ് സമവർത്തുള ചലനം. അതാണ് ജയന്റ് വീലിൻ്റെ ചലനം സമവർത്തുള ചലനത്തിൽ വരുന്നതാണ്. ദോലന ചലനമാണ് ക്ലോക്കിലെ പെൻഡുലം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. ഇവയൊക്കെയാണ് ദോലന ചലനങ്ങൾ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ടൈറ്റാനിയമാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്നാണ് ഉണ്ടായതാണ് അല്ലേ. മെൻഡലീവിയം മെൻഡലേഫിൻ്റെ പേരിൽ നിന്നുണ്ടായതാണ്. റൂദർഫോർഡിയം ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ പേരിൽ നിന്നുണ്ടായതാണ്. ക്യൂറിയം മേരി ക്യൂറിയുടെ പേരിൽ നിന്നുണ്ടായതാണ്. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കണികകളുടെ ഊർജം കൂടുന്നു അല്ലേ? കണികകളുടെ ഊർജം കൂടുകയല്ലേ ചെയ്യുക. ഐസ് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഖരാവസ്ഥയിലുള്ളത് ദ്രാവകാവസ്ഥയിലാകുന്നു അല്ലേ. അപ്പോൾ എന്താ? കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു അല്ലേ. കണികകൾ തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്യുക. അടുത്തത്, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു അല്ലേ. ഖരം ദ്രാവകമാകുമ്പോൾ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികകളുടെ ചലനം കുറയുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ 1, 2, 3 ശരി. അടുത്തത് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷയരോഗം ഒരു ബാക്ടീരിയൽ രോഗമാണ് അല്ലേ. എലിപ്പനി ബാക്ടീരിയൽ രോഗമാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. ചിക്കൻ ബോക്സ് ഒരു വൈറസ് രോഗമാണ് അല്ലേ, വൈറൽ രോഗമാണ്. അപ്പോൾ ചിക്കൻ ബോക്സ് ആണ് ഒറ്റപ്പെട്ടത്. അടുത്തത്, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? വവ്വാലാണ്. ഇങ്ങനെയൊക്കെ നിപ്പ വൈറസ് പകരുന്ന രീതികൾ: നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ വഴി. നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ, അവയിലൂടെ നിപ്പ വൈറസ് പകരും. വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം എന്നിവയിലൂടെ പകരും. ഓക്കെ, പന്നികൾ വഴിയും നിപ്പ വൈറസ് പകരും. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. ഓപ്ഷനിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടല്ലേ. എന്താ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അതിൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറഞ്ഞ് കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അക്രോമെഗാലി, വാമനത്വമൊക്കെ എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ച ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ അല്ലേ. സൊമാറ്റോട്രോപ്പിൻ എന്താണ്? ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നതാണ് ഭീമാകാരത്വം കൂടി ഓർത്തിരിക്കുക. അതുപോലെ അക്രോമഗാലി, ശരീര വളർച്ചാ ഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്നതാണ് അക്രോമെഗാലി. അടുത്തത്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. മഗ്നീഷ്യം, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം. രാസസൂര്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി കാണുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാലും കാൽസ്യമാണ്. ദ്രവണാങ്കം കൂടുതലുള്ള മൂലകം ഏതാണ്? കാർബണാണ്. ദ്രവണാങ്കം കൂടുതലുള്ള മൂലകമാണ് കാർബൺ.
രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. എന്താണ് തെർമോമീറ്റർ? ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ. സാധാരണയായി താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് മെർക്കുറി തെർമോമീറ്ററാണ്. പാലിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. പാലിൻ്റെ ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്.